ഇവിടെ അടിച്ചിരുന്നു. ആയി പോയി ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ സോൺ. നമസ്കാരം, എന്തൊക്കെയുണ്ട് വിശേഷം? നമ്മളിപ്പോൾ ജോലിക്ക് പോവാണ്. ഇന്ന് ബോക്സിംഗ് ഇല്ലായിരുന്നു, കാരണം 4 മണിക്ക് എഴുന്നേറ്റപ്പം നമ്മുടെ കോച്ച് മെസ്സേജ് ഇന്ന് ക്യാൻസൽ ആക്കണം എന്ന് പറഞ്ഞിട്ട് പുള്ളി എന്തോ ബിസി എന്തോ പരിപാടി, അതുകൊണ്ട് ബോക്സിംഗ് ക്യാൻസലായി. അവിടെ ഞാൻ വീണ്ടും കളി കിടന്നു തുടങ്ങി കേട്ടാ. നമ്മളിപ്പോൾ എത്താനായി ജോലിക്ക്. 7 മണിക്ക് അവിടെ എത്തണം. അതിന് മുന്നേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം അല്ലേ നമുക്ക്? ചിക്കൻ പ്ലസ് റാഞ്ച്. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായിട്ട് ടോപ്പ് ചിക്കൻ വേണ്ട, രാവിലെ പാലാ ബെസ്റ്റ്. ഇതെന്തത്? അയ്യോ അത് നോക്കല്ലേ, ഇലക്ട്രോലൈറ്റ്. അയ്യോ അത് നോക്കല്ലേ. എന്താ ഞാൻ പറഞ്ഞത്? ഇന്ന് ഒരു ക്ലൗഡി ദിവസം, വലിയ വെയിലുണ്ടാവാൻ ചാൻസ് ഇല്ല. ചാവും ഇത്. ഇപ്പൊ ഇതെല്ലാം പോയിട്ടില്ല, സൂര്യനില്ല താഴോട്ട് വരും. അല്ലല്ലേ, എപ്പോഴും അങ്ങനെ ഇവര് ഇന്നലെ പറഞ്ഞ നല്ല റോഡല്ലേ ഇത്, അപ്പത്തേക്ക് ഒരു കാറ് ഡിച്ചിലേക്ക് ഇവര് കരുതാക്കളെന്ന് പറഞ്ഞു അതിന്റെ ഓപ്പോസിറ്റ്. അപ്പം ഞാനേ ഒരു റോഡ് തന്നെ എന്നിട്ട് ഞാൻ പറഞ്ഞതെന്നറിയാ, ഇതൊരു വൃത്തിട്ട് വളവാണല്ലോ എന്ന് പറഞ്ഞേ. കുറച്ച് നോക്കുമ്പോണ്ട് ആ സൈഡിൽ ഒരു വണ്ടി ഇങ്ങനെ ഇട്ടിട്ട് ആൾക്കാര് പോക്കി കൊടുക്കും. അത് മാത്രമല്ല, ഇന്ന് മറ്റേ ഓഡിറ്റിന്റെ ഫൈനൽ ഡേ. ഇതിപ്പോ ഒരാഴ്ചയായി നമ്മൾ പറയുന്നത്. സംഭവം എന്താ വെച്ചാല് അവരിങ്ങനെ മാറ്റി മാറ്റി കളിക്കാം. അവർക്ക് സ്ഥിരതയില്ല, വാക്കിനൊരു ഉറപ്പില്ല. പിന്നല്ലാണ്ട് പേടിപ്പിച്ചോണ്ടിരിക്കരുത്. ഇന്ന് അവര് രാവിലെ നമ്മളെ ചിലപ്പോ കാണും. ഇന്നലെ വൈകുന്നേരം കാണുന്ന പറഞ്ഞത്. ഇന്നലെ വൈകുന്നേരം വന്നില്ല അവര്, ഇന്ന് ചിലപ്പോ കാണും. നമ്മളെ സൺസ്ക്രീൻ ഇത് ഇടും. നമ്മള് ഇന്നലെ ഇട്ടോണ്ട് വലിയൊരു ഇതുണ്ടായിട്ടില്ലേ. സൺസ്ക്രീൻ കമ്പനിക്ക് പരസ്യം ഇതാ, സൺസ്ക്രീൻ എല്ലാവരും തേക്കണം കേട്ടാ. വെയിലത്തൊക്കെ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ തേക്കണം. എനിക്ക് ഏറ്റവും മടി ഉണ്ടായ സംഭവം. പിന്നെ ഞാൻ എന്നെ തന്നെ കണ്ണാടി നോക്കിയപ്പോ പേടി വന്നു. അപ്പൊ കുറച്ച് മടി സഹിച്ചാലും നമുക്ക് ചെയ്യാലോ, അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് കേട്ടാ. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇന്ന് നമ്മൾ വേറൊരു ഗോപ്രോ വാങ്ങിയിട്ടുണ്ട്. ശ്രീയർക്ക് ഈ ക്യാമറയിൽ ഭയങ്കര വെയിറ്റ് അല്ലേ ക്യാമറ, അതിൽ വ്ളോഗ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട്. അതുപോലെ തന്നെ ഫോണിലാണെങ്കിൽ തീരെ ഗോപ്രോയിലെ വിഷ്വൽസും ഫോണിലെ വിഷ്വൽസും മാറ്റി മാറ്റി വരുമ്പോൾ ഇതൊരു സുഖം കിട്ടുന്നില്ല. അതുകൊണ്ട് അവന് ഞാനൊരു ഗോപ്രോ വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. അതിന്റെ അൺബോക്സിങ്ങും പരിപാടിയൊക്കെ ആയിരിക്കും അവന് എണീറ്റിട്ട് ഇടാം. 2 ടൈപ്പ് ചിക്കൻ ഉണ്ട്. ഒന്ന് പിന്നെ ബോണുള്ളത്, പിന്നെ വേറൊന്ന് ബോണില്ലാത്തത്. ഇത് ചിക്കനാണോ പ്ലാസ്റ്റിക് ആണോ ദൈവത്തിനറിയാം. കഴിക്കും നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി നമുക്ക് ഡ്രിങ്ക് എടുക്കാം. പ്യാൽ ടോപ്പ് ചിക്കൻ വേണ്ടല്ല. What kind of behavior is this? വെള്ളം കുടിക്കായിരുന്നു. റാഞ്ച് കിട്ടി. ഓക്കെ സെറ്റ്, ലെറ്റ്സ് ഗോ. പാക്കേജസ് ഇതെന്താ അറിയോ? ഗോപ്രോ. ഈ ക്യാമറയിലൊക്കെ വ്ളോഗ് ചെയ്യാൻ പറ്റുന്നില്ല, നല്ല വെയിറ്റ് ആണ് സംഭവത്തിന്. അപ്പം ഗോപ്രോയിലേക്ക് മാറാന്ന് വിചാരിച്ചു. ഇന്നലെ ഓർഡർ ചെയ്ത് ഇന്നെത്തി. നമുക്ക് അൺബോക്സ് ചെയ്യാം. ഓക്കെ. ഇതിൽ ഗോപ്രോ മാത്രമല്ല സ്റ്റാൻഡും ഉണ്ട്. ആദ്യം നമുക്ക് ഇത് ഓപ്പൺ ചെയ്യാം അല്ലേ. ഇത്രയും വലിയ പാക്കേജ് ഈ ചെറിയ സാധനം, അതും തുറന്നിട്ടല്ലേ. ചെറിയ ഒരു ഇങ്ങനെ പിടിച്ച് വ്ളോഗ് ചെയ്യാനല്ലേ. ഓക്കെ, ഇനി നമുക്ക് ഗോപ്രോ അൺബോക്സ് ചെയ്യാം അല്ലേ. ഇനി നമുക്ക് മെയിൻ സാധനം അൺബോക്സ് ചെയ്യാം. ഇതെല്ലാം ഇനി വൃത്തിയാക്കണത് കഴിഞ്ഞിട്ട്. ഇതാണ് നമ്മുടെ മെയിൻ സാധനം. ചാർജർ, ബാറ്ററി, മൗണ്ട്. നമുക്ക് ഹെൽമെറ്റിലെല്ലാം വെച്ച് ഓടിക്കാം. ഗോപ്രോ. ഇത് ഗോപ്രോ ഹീറോ 12 കേട്ടാ, ബ്ലാക്ക് 12 ബ്ലാക്ക്. ഈ ഗോപ്രോ സെയിം സാധനമാണ് ഏട്ടൻ്റെ ടൈമില്. അപ്പൊ ഇനി വ്ളോഗ് കാണാം. അങ്ങനെ ഞാനും ഗോപ്രോയിലേക്ക് മാറി. എങ്ങനെയുണ്ട് ഗൈസ്? ഗോപ്രോ സെറ്റ് അല്ലേ? 4K എല്ലാം ഷൂട്ട് ചെയ്യുന്നപ്പം എനിക്ക് കുറച്ച് എഡിറ്റിംഗ് പരിപാടികൾ ചെയ്ത് തീർക്കാനുണ്ട്. ഇത്രയും നേരം ക്യാമറയിലാണ് ഞാൻ ഷൂട്ട് ചെയ്തത്. ഇനി ഫുള്ള് ഗോപ്രോയിലായിരിക്കും ഗൈസ്. ഓക്കെ അല്ലേ? നിങ്ങൾക്ക് ഇതാണോ ഇഷ്ടം, ക്യാമറ ആണോ ഇഷ്ടം പറ. ക്യാമറയിൽ കുറച്ച് പാടെ എഡിറ്റ് ചെയ്യാൻ, എസ്ലോഗിലിട്ട് ഷൂട്ട് ചെയ്യുമ്പോൾ ഗ്രേഡ് ചെയ്യണം, അങ്ങനത്തെ കുറേ പരിപാടികളുണ്ട്. ഇതാകുമ്പോൾ എടുത്താൽ മതി, എഡിറ്റ് ചെയ്താൽ മതി, എല്ലാം സെറ്റ്. ഞങ്ങൾക്ക് കുറച്ച് എഡിറ്റിംഗ് തീർക്കാണ്ട്. നമുക്കൊരു ചെറിയൊരു ടൈം ലാപ്സ് ആണല്ലേ.
കുറച്ച് നേരം ടൈം ലാപ്സ് എടുത്തു. എങ്ങനെയുണ്ട്? ഓക്കെ അല്ലേ? ഇനി എനിക്ക് ഈ വീഡിയോ ഒന്ന് എഡിറ്റ് ചെയ്ത് തീർക്കണം. അത് കഴിഞ്ഞിട്ട് എന്തൊക്കെയായിരുന്നു പ്ലാൻ? വീഡിയോ എഡിറ്റ് ചെയ്യണം, തംബ്നെയിൽ ആക്കണം, രണ്ട് റീൽസ് എഡിറ്റ് ചെയ്യണം. പിന്നെ വൈകുന്നേരം ചിലപ്പോൾ ഫുട്ബോൾ കളിക്കാൻ പോകും. അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ ഞാൻ ഗോപ്രോ മൗണ്ട് ചെയ്തിട്ട് കളിക്കാം. ഇനിയിപ്പോൾ നിങ്ങൾ എന്നെ കണ്ടിട്ടോ. പീസ്. ലഞ്ച് ടൈം ആയി. ജോലി പോയിട്ടില്ല. ജോലി പോയിട്ടില്ല. അവര് വന്നു, സംസാരിച്ചിട്ട് അവര് പറഞ്ഞു നിങ്ങൾ ചെയ്യുന്നില്ല ശരിയാണ്. നാളെയും കൂടി വരുമോ അവര്? നാളെ വന്നിട്ട് മറ്റേ ഫൈനൽ സൊല്യൂഷനാ. നമ്മളിങ്ങനെ ഇല്ല പക്ഷെ അവന്മാര് വന്നിട്ട് പറഞ്ഞു ഇതൊക്കെ നിങ്ങൾ മാർക്ക് ചെയ്യുന്നൊക്കെ ശരിയാണ്. പിന്നെ ഒരു തെറ്റ് കണ്ടുപിടിച്ചു. അവര് പറഞ്ഞു ഇത് മാർക്ക് ചെയ്ത് തെറ്റാണല്ലോ. ഞാൻ പറഞ്ഞു സാറേ നമ്മളല്ലാതെ അവന്മാര് മാർക്ക് ചെയ്യണം. അന്നേരം അവര് പറയണ്ടായിരുന്നു. അപ്പൊ ശരിയാതാ. ക്ലാസ്സിലെ പിള്ളേർ തല്ലി വിടുമ്പോ ടീച്ചർ വരില്ലേ, അല്ലെങ്കിൽ പ്രിൻസിപ്പൾ വരില്ലേ, പ്രിൻസിപ്പൾ വന്നിട്ട് സോൾവ് ആക്കൂലേ? അത്രേ ഉള്ളൂ. അത് പറഞ്ഞിട്ട് പോയിട്ടാ. ഇനിയിപ്പം മേ ബി കുറച്ച് നാളത്തെ കൂടി പണി ഉണ്ടാവും. വി ഡോണ്ട് നോ. പിന്നെ നമ്മൾ സബ്വേ പോവാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട്. നല്ല വിശപ്പുണ്ട്. ആ ഫുഡ് കഴിച്ച് വയറ് അറിഞ്ഞില്ലേ? ആ വെയിലും കൊണ്ടില്ലേ ഒരു ഉറക്കം മച്ചൻ. പിന്നെ മിന്നാത്ത വ്ളോഗ് അതെല്ലാരും കണ്ടിട്ട് അതിന്റെ താഴെ വരുന്ന കവനാണ് ചിരിച്ച് ചത്തത്. ആ റെസ്റ്റോറന്റ് പോയി നമ്മള് ഫിലി മറ്റേ ചായ കുടിക്കാൻ വേണ്ടി പോയി രാത്രി. ഞാനും റോബിയേട്ടനും പ്രസാദിനും ബേസാട്ടിനും കൂടി ചിരിച്ച് നമ്മളൊരു വകയായി. അതങ്ങനെ ഇട്ടിട്ടുണ്ട് യൂട്യൂബില്. റോ കണ്ടന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രോള് എന്ന് വെച്ചാൽ അങ്ങേറ്റം ട്രോള്. ഒരു ഫോട്ടോ ഉണ്ട് അനുമാനം ഒഴുകിയ പോലെ. അത് പോയി കാണാം. അതിലെന്റെ പല്ലിനെ കുറിച്ചും എന്റെ മുടിയെ കുറിച്ചാണ് കളിയാക്കുന്നത്. ഇന്ന് എനിക്കൊരു മെസ്സേജ് വന്നു ഡെന്റലിന്. അവര് 300 ഓഫ് ബ്രേസസ്. എനിക്ക് ഇന്ന് മെസ്സേജ് ഞാൻ ഇന്ന് കാണിച്ചത് ഫ്രം ഐഡിയൽ ഡെന്റൽ ബെറ്റർ. ഞാൻ തമാശ പറയുന്നില്ല. 10 വന്നത് 1000 ഓഫ് ബ്രേസസ് സ്പെഷ്യൽസ് 500 ഓഫ് ഇൻവിസിലിറ്റ്. സബ്വേ എത്തി. ഇതാണ് സബ്വേ. ഓക്കെ, ഞാൻ വീണ്ടും സിസ്റ്റത്തിനെ പറ്റിച്ചു. ഞാൻ സ്ഥിരം ഓർഡർ ചെയ്യുന്ന ചിക്കൻ ചെറിയാക്കി, പിന്നെ അതിൻ്റെ കൂടെ പച്ചക്കറികൾ, സാധനം, പിന്നെ സെൽഷ്യസ്. ഇനി സൺസ്ക്രീൻ ഇട്ടിച്ചാൽ പറയണ്ട, സൺസ്ക്രീൻ ഇട്ടാ. ഇപ്പൊ ഒരുമാതിരി പെയിന്റ് അടിച്ച പോലെ ഉണ്ട്, പക്ഷെ കുഴപ്പമൊന്നുമില്ല. പ്രൊട്ടക്ട് ചെയ്യും നമ്മളെ സണ്ണിൽ നിന്ന്. ആശാനിടുന്ന വെളിച്ചെണ്ണയിൽ മുക്കിയല്ലേ. നിനക്ക് ഇവിടെ കണക്ട് ആവില്ലേ? എനിക്ക് പാരമ്പര്യമായി അതുകൊണ്ട് ഇവിടെ ഉണ്ടല്ലോ. എന്റെ പല്ലേ പറ്റില്ല. ഇതിപ്പം രാവിലെ ഇടും, ഉച്ചക്ക് ഇടും കേട്ടാ. എല്ലാ 2 മണിക്കൂറൊന്നും കൂട്ടുമ്പോ ഇടാൻ പറ്റില്ല. ഇന്ന് വലിയ സൂര്യനില്ലായിരുന്നു, അതുകൊണ്ട് ഉച്ചക്കിട്ടു. ഇന്നലെ ഉച്ചക്കിട്ടത് 2 വട്ടം ഇടും. അത് പോരെ? അതെന്നെ ഓക്കെ, ധാരാളം. ഇതെന്താടാ റാഞ്ച നക്കുന്നുണ്ട്. ആ ഭക്തിയുള്ള പയ്യൻ. ഓ ഇത് കൂടി സൂര്യൻ പേടിച്ചു പോകും. എന്താണ് Later that same evening. ജോലി കഴിഞ്ഞു, വീട്ടിലേക്ക് എത്താറായി. ഞാൻ നല്ലൊരു ഉറക്കം ഉറങ്ങി. ഞാനില്ലേ ഇത് തേച്ചിട്ടുണ്ടല്ലോ, ഇത് ശീലമില്ലല്ലോ നമുക്ക്. മറന്നുപോയേ, ഒന്ന് മുഖം കഴിച്ചേക്കാം. ബോംബെ സർക്കസിലെ ക്ലൗണില്ലേ, ഫുള്ളൊരു അമ്പയർ വൈബ്. മൊത്തം വെള്ളമായിട്ട് ഇങ്ങനെ പാല് കിട്ടുന്ന പോലെ ഇങ്ങനെ ഇട്ടിട്ടിട്ടിട്ട്. പക്ഷെ അത് കഴിഞ്ഞിട്ട് വലിയ വെയിലുണ്ടായില്ല, അതുകൊണ്ട് അധികം കരുതിട്ടായിരുന്നു. ഇങ്ങോട്ട് വരുമ്പോ ഞാൻ നല്ല പഴയ MGന്റെ പാട്ടെല്ലാം വെച്ചിട്ട് നല്ല ഉറക്കം. ആഹാ എന്താ സുഖം. കണ്ടത്തെല്ലാം പോയി ക്രിക്കറ്റെല്ലാം കളിക്കാൻ പറ്റിയ കാലാവസ്ഥ. ആ ഒരു മൂഡ്. ഒരു ചൂട് ചായ, പരിപ്പ് കട, കുറച്ച് മിച്ചറ്. ഇതൊക്കെ നിങ്ങളവിടെ എൻജോയ് ചെയ്യുമ്പോ നമ്മളൊക്കെ ഇവിടെ വാട്ടവെള്ളം. സത്യം, നമ്മള് പണിയെടുത്ത് നാട്ടിലെ നൊസ്റ്റാൾ ചെയ്ത് രാജ്യത്ത് പോയാലും കിട്ടില്ല. അതില്ലാന്ന് പറഞ്ഞാൽ ഇല്ല. പുറം രാജ്യത്ത് പോയാൽ നാട്ടിലേക്കാളും പൈസ ഉണ്ടാക്കാം. ഇവിടെ മറ്റേ പരിപ്പൊടിയൊക്കെ ഉണ്ട്, പക്ഷെ അത് ഫ്രോസൺ പരിപ്പൊടി ആയിട്ടില്ല. സുഖമില്ല. ചില സമയം ലക്കടിച്ചു കഴിഞ്ഞാൽ നല്ല സാധനങ്ങൾ കിട്ടും, പക്ഷെ നാട്ടിൽ കിട്ടുന്ന അത് കിട്ടൂല. ക്വാളിറ്റി ഓഫ് ലിവിങ് നാട് കഴിഞ്ഞേ ഇല്ലു. പക്ഷെ നാട്ടില് പൈസ ഇല്ല, ജോലിയില്ല. അതാണ് ഒരു കുഴപ്പമില്ലാത്ത ജോലി ഉണ്ടെങ്കിൽ പിന്നെ അടിപൊളി. എല്ലാ ദിവസം പിന്നെ പോയി വരാൻ പറ്റുന്ന ഒരു ജോലി, മറ്റേ രക്ഷാധികാരി സിനിമയിൽ എല്ലാ ദിവസം പോയി വരാൻ പറ്റുന്ന ഒരു ജോലി ഉണ്ടെങ്കിലേ സെറ്റാണ്. എല്ലാരും ഇവിടെ വരാൻ നോക്കും, പൈസ ഇവിടുന്ന് പൈസ ഉണ്ടാക്കും. നിങ്ങൾ ഇല്ലാന്നല്ല പറഞ്ഞ് ഉണ്ടാക്കും, പക്ഷെങ്കിലേ ഒന്നും കയ്യിലെക്കൂല. ഒന്നും കയ്യിലെക്കൂല. ചെക്ക് വരും, അന്ന് ഉച്ചയാകുമ്പോ തന്നെ എല്ലാം പോകും. കട അടച്ച് തീർക്കുമ്പോ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് പോകുന്നത്. പക്ഷെ നാട്ടിലുണ്ടാക്കുന്നതിനെക്കാട്ടി നല്ലോണം പൈസ ഇവിടെ ഉണ്ടാക്കും. പക്ഷെ ഇവിടുത്തെ ആ ഒരു എന്താ പറയാ, ആ ഒരു ജീവിത സ്റ്റൈലില്ല. നമുക്കിപ്പോ ഇവിടെ നാട്ടിൽ ഇപ്പൊ ജോലി പോയി കഴിഞ്ഞാല് ഇപ്പൊ നമുക്ക് പിന്നെ പിടിച്ചേക്കാം, വലിയൊരു ചെലവില്ല. നമ്മൾ അച്ഛന്മാർക്കല്ലേ ഒരു 3-4 മാസം സമാധാനത്തിൽ ജോലിയിലാണ്ട് നിൽക്കാൻ പറ്റില്ല. സ്റ്റക്ക് എന്ന് വെച്ചാൽ അങ്ങനത്തെ സ്റ്റക്ക്.
ബില്ലറിഞ്ഞു പോവില്ല, ക്രെഡിറ്റ് കാർഡിന്റെ ഇത് കൂടി വരും. ഇവിടെ ഒരു ഇലക്ട്രിസിറ്റി ബില്ല്, അന്റെ ഇലക്ട്രിസിറ്റി ബില്ല് എത്രയാ? അത് കഴിഞ്ഞ മാസം $300. ഓ $300 പറഞ്ഞാല് 24,000 റുപ്പീസ് ആയിരുന്നു എന്റെ ബില്ല്, ഇലക്ട്രിസിറ്റി ബില്ല്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇൻഷുറൻസോ ഇവിടെ ഇൻഷുറൻസ് ഇല്ലാണ്ട് ഒന്നും നടക്കില്ല. ഇൻഷുറൻസ് എടുക്കണം. പിന്നെ ഹെൽത്ത് എന്തെങ്കിലും ഒരു ഹെൽത്തിന് പറ്റി കഴിഞ്ഞാലേ ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ലാണ്ട് പറ്റില്ല. നമ്മൾ പോയി അവിടെ കിടന്നു കഴിഞ്ഞാൽ അങ്ങനെ ഇട്ട് മൂടിക്കോളാം, വേറെ ഒരു ഇതില്ല. നമ്മള് അന്ന് പോയപ്പോ ആംബുലൻസ് അതിന്റെ ബില്ല് എത്ര അറിയാം? ഒരു ചെറിയൊരു കേസ് അടിച്ചു ഡോളേഴ്സ് $5,000 $12,000 $12,000. $12,000 വരുമ്പോ നാട്ടിലൊരു 10 ലക്ഷം. ഞാൻ അടച്ചില്ലട്ടാ, ഞാൻ അടക്കൂലത്. എന്താ GST നോക്കോ? ഇവിടുത്തെ ഒരു ജീവിതം ഇല്ലേ, നമ്മൾ ഒരുപാട് ഡിപ്രഷൻ അടുപ്പിക്കുന്ന ആരും പറയില്ല മച്ചാനെ. എല്ലാരും ഇൻസ്റ്റാഗ്രാമിലും മറ്റേ ഇതൊക്കെ ഇടുന്നില്ലേ, ഓ ഞാൻ അമേരിക്കയിലെത്തി, അല്ലെങ്കിൽ മറ്റേ ഓസ്ട്രേലിയയിലെത്തി, അടിപൊളി കാശ് ഉണ്ടാക്കും. പക്ഷേ അതിന്റെ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് ഇല്ല, പിന്നെ പൈസ നിൽക്കൂല കയ്യില്. സത്യം കയ്യില് മറ്റേ ബെൻസും BMW ഒക്കെ ഉണ്ടാവും. സത്യസന്ധമായിട്ടുള്ള ഇതാട്ടാ. ഇവിടെ വലിയ കാറും ഇതൊക്കെ ഉണ്ടാവും. എല്ലാരും ഫൺ ലൈഫ്, പാർട്ടി ലൈഫ്, അതാ ഇതാന്നൊക്കെ പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ മൊത്തം ഇട്ട് നടക്കും. പക്ഷേ അല്ലേ, നമ്മളെ കേരളത്തിൽ നമ്മളെ നാട്ടിൽ നിൽക്കുന്ന ക്വാളിറ്റി ഓഫ് ലിവിംഗ് എന്ന് പറഞ്ഞ സാധനം പുറം നാട്ടിൽ ആർക്കും കിട്ടൂല. എല്ലാരും ഡിപ്രഷൻ ചെയ്ത നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി സ്റ്റോറി ഇടുകയും ചെയ്യും. പക്ഷെ ആരും ഡീപ്പായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് ഞങ്ങൾക്ക് തോന്നില്ല. നമ്മൾ ഇൻസ്റ്റാഗ്രാം ഒക്കെ നോക്കിയല്ലേ, ലക്ഷറി ലൈഫ് അല്ലേ. പക്ഷെ നമ്മൾ എൻജോയ് ചെയ്യുന്ന പറയാം ഫ്രണ്ട്സായിട്ട് കൂടുമ്പോ എൻജോയ് ചെയ്യുന്നില്ല എന്ന് പറയുന്നില്ല, നല്ല രീതിയിൽ എൻജോയ് ചെയ്യും. അതും ഇല്ലാണ്ട് നിന്നിട്ടാണ് പിന്നെ ഒന്നുമില്ല, ഒരു ലൈഫില്ല. ജോലിക്ക് പോകുന്നു, വരുന്നു, ഉറങ്ങുന്നു, പിന്നെ ജോലിക്ക് പോകുന്നു. ഇതല്ലാണ്ട് വേറെ ഒന്നുമില്ല. പുറംനാട്ട് പോകണം, രക്ഷപ്പെടാൻ പുറംനാട്ട് പോകണം എന്നുള്ള ചിന്തയില്ലേ, അത് മാറ്റണം. സത്യമായിട്ട് പറയുന്നത് ഇപ്പം അത്യാവശ്യം നല്ല പൈസ ഉണ്ടെങ്കിലേ ഞാൻ നാട്ടിൽ സത്യസന്ധമായിട്ട് പറയാണ്. ശമ്പളം കിട്ടുമ്പോഴേ നിങ്ങൾ ഓ ഇത് വാങ്ങിക്കാം, മറ്റേത് വാങ്ങിക്കാം, ഡിസൈനർ സാധനം വാങ്ങിക്കാം. സത്യം. ആരെ കാണിക്കാം? ഒന്നുമില്ല. ഞാൻ പണ്ട് ഫസ്റ്റ് ആയിരുന്നു, ഇപ്പൊ കൊറോളയായി. സത്യം. ഇതിലും വലിയ ബെസ്റ്റ് കാറില്ല പറയാലോ. പിന്നെ ഞാൻ ആ ടൈമിൽ എനിക്ക് 18 വയസ്സായിരുന്നു ഡോഡ്ജ് വാങ്ങിയപ്പോ. ഇപ്പത്തെ ഒരു മൈൻഡ് സെറ്റ്, ഇപ്പത്തെ ഒരു നോളജ് എനിക്ക് അന്നുണ്ടായിരുന്നെങ്കിലേ ഞാൻ ഒരിക്കലും ഡോഡ്ജ് വാങ്ങില്ലായിരുന്നു. ഡോഡ്ജിനോട് ഇഷ്ടക്കുറവോ ഡോഡ്ജ് ഇഷ്ടമില്ലായിട്ട് ഒന്നല്ല. അന്ന് ഞാൻ വാങ്ങിയത് സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ എന്റെ ഫ്രണ്ട്സ് എല്ലാവർക്കും നല്ല വണ്ടിയുണ്ട്, എനക്കും വേണം, ആ ഒരു ചിന്ത മാത്രമായിരുന്നു എനിക്ക്. ഇപ്പൊ ആണെങ്കിലേ ഫ്രണ്ട്സ് എല്ലാവരും നല്ല വണ്ടി ഉപയോഗിച്ചാലേ ഞാൻ മിനിമം ഓടുന്ന ഒരു വണ്ടി ഞാൻ എടുക്കും, എന്റെ സൈഡായിട്ട് നിൽക്കും. വലിയ വലിയ കടത്തിലേക്ക് ഞാൻ പോകില്ലായിരുന്നു. ഇപ്പത്തെ നോളജ് ഉണ്ടെങ്കിലേ. നീ ഹ്യൂസ്റ്റണിലെ ആ മില്ലനിയർ ആ ഇതുണ്ട്, റോ ഉണ്ട്, അവിടുത്തെ എല്ലാവർക്കും ഇല്ലേ പ്രിയസ് ആയിരിക്കലോ, പ്രിയസ്, സുബറു, അങ്ങനത്തെ സാധാരണക്കാര് വീടില്ലേ $3 million. എന്റെ വീട് ഇങ്ങോട്ടാ. അതാണ് സംഭവം. നമ്മൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി വലിയ വലിയ കട എടുത്ത് ലയബിലിറ്റി കുറക്കുക, ആസെറ്റ്സ് കൂട്ടുക. അത് സിമ്പിളാണ്. അത് മാത്രം നിങ്ങൾ ഒന്നും വേണ്ട, ചാറ്റ്ജിപിറ്റിയോട് ചോദിച്ചാൽ മതി. ലയബിലിറ്റി കുറച്ച് ആസെറ്റ് എങ്ങനെ ബിൽഡ് ചെയ്യാം, അത് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി, ബാക്കി സെറ്റാണ്. എന്നാ പിന്നെ ഞാൻ പോട്ടെ. ഇനഫ് നോളജ് ഫോർ ടുഡേ. ഡോഡ്ജി. ഇനി ഞാൻ വേഗം ഒന്ന് പോയി കുളിച്ച് വീണ്ടും വരാം. പൂക്കൾ, പനിനീർ പൂക്കൾ, നീയും കാണുന്നുണ്ടോ? എങ്ങനെയുണ്ട് ഗോപ്രോ? നൈസ്. ഞാൻ ഇങ്ങനെ വ്ളോഗ് കൊണ്ട് തിരിയുമ്പോൾ ഒരു സാധനം ഞാൻ കണ്ടു. ഞാനൊരു ഫസ്റ്റ് ടൈം ക്യാമറ എടുത്ത് വ്ളോഗ് ചെയ്യുമ്പോൾ ഞാൻ വിചാരിച്ചില്ല ഇങ്ങനത്തെ ഒരു സാധനം വീട്ടിലിരിക്കുന്നു. അതുകൊണ്ട് ആരും ഫുള്ളി പ്രിപ്പയർഡ് ആയിട്ടല്ല ഓരോ സാധനങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾക്ക് എന്തോ സ്റ്റാർട്ട് ചെയ്യാൻ ഇങ്ങനെ മനസ്സിൽ കുറേ നാളായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നില്ലേ, സ്റ്റാർട്ട് ചെയ്യും, അങ്ങ് തുടങ്ങും. നമുക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല, നമുക്ക് നേടിയെടുക്കാനേ ഉള്ളൂ. ചുറ്റുമുള്ള നോയ്സ് എല്ലാം മൈൻഡിൽ നിന്ന് എടുത്ത് കളഞ്ഞ് സ്റ്റാർട്ട് ചെയ്യും. തുടങ്ങിയാലേ വിജയിക്കാൻ പറ്റൂ, തുടങ്ങിയില്ലെങ്കിൽ വിജയമില്ല. നീ ഇത് പിന്നെ അൺബോക്സ് ചെയ്യുന്ന വീഡിയോ എടുത്തു അൺബോക്സ് ചെയ്യുന്ന വീഡിയോ എടുത്തു. സമയം 9. ഈ വീഡിയോന്റെ കാര്യം ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞത്. ചിരിച്ച് ചാവുന്ന വീഡിയോ. ദിസ് വാസ് ക്രേസി മല്ലുവിൻ അമേരിക്ക എന്ന് പറഞ്ഞിട്ടുള്ള വ്ളോഗ്. ഡെയിലി വ്ളോഗാണ്. ഞാൻ എൻ്റെ ഫ്രണ്ട്സും കൂടി ഇപ്പൊ ഞാൻ കണ്ടിട്ടാണ് ചിരിക്കുന്നത്. ഞാൻ എൻ്റെ ഫ്രണ്ട്സും കൂടി ചായ കുടിക്കാൻ വേണ്ടി പോയി രാത്രി. എൻ്റെ മോനെ ചിരി വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രോൾ. ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, അത് പോയി കണ്ടോ, കാണാത്തവരാണ് അത് പോയി കണ്ടോ. സ്ട്രെസ് ബസ്റ്ററാണ്. അത് കണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ മറക്കും, ചിരിച്ച് കുറച്ചു നേരം ആസ്വദിക്കും. അടിപൊളി വ്ളോഗാണ്. ഞാൻ മോഡൽ ലുക്കിംഗ് ആയിരിക്കും. കണ്ടോ, മൗനം സ്വരമായി നിൻ കൈക്കുമ്പിളിൽ കൊണ്ട് എന്റെ പാന്റ് എടുപ്പിച്ചു. ഞാൻ ഇങ്ങനത്തെ സാധനങ്ങൾ ആക്ച്വലി ഇടാറില്ല. ഞാൻ ഇട്ടു. ഈ വൈറ്റ് ഷർട്ടിന്റെ കൂടെ മാച്ച് ആക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് കേട്ടോ, ലിനൻ ഷർട്ട്.
vibezone.com. നമുക്ക് എപ്പോഴും നമ്മളെ വീടല്ലേ ബാക്ക്ഗ്രൗണ്ട്, നമുക്കൊരു വെറൈറ്റിക്ക് റോട്ടിന്റെ നടുക്ക്. എടാ ഇതെങ്ങനെ ഈ പൂ മുടീൻ്റെ മാത്രമേ ഒരു വിഷയമുള്ളൂ, പക്ഷെ കുഴപ്പമില്ല, നമുക്കുണ്ടാ പേടി. ഇത് ഞാൻ ജസ്റ്റ് ഈ ഒരു ഫിറ്റിംഗ് അറിയാൻ വേണ്ടിയിട്ട്, ഷർട്ടിൻ്റെ ഫിറ്റിംഗ് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഇത് ഇടുന്നത്, അല്ലാണ്ട് വേറെ ഒന്നല്ല. മോഡലാവാനുള്ള ശ്രമമൊന്നുമല്ല, പക്ഷേ ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ എനിക്ക് ആവാൻ പറ്റും, അത് വേറൊരു കാര്യം. റിയർക്ക് ആക്ച്വലി ആവാൻ പറ്റും, കാരണം അവന് കുറച്ചും കൂടി ഫാഷൻ സെൻസ് ഉണ്ട്, എനിക്കതില്ല. വൈറ്റ് കളർ ഷർട്ടിൻ്റെ റീലെടുത്തു, ഇനി ബ്ലാക്ക് കളർ ഷർട്ട് എടുക്കണം. ശ്രീധരൻ്റെ ഔട്ട്ഫിറ്റ് നോക്കിക്കോ. ഗൈസ്, ഇതാണ് നമ്മൾ ആക്ച്വൽ ലിനൻ്റെ ബ്രൗൺ വരുന്നത് കേട്ടോ. കുറെ ആൾക്കാർ ഡൗട്ട് ചോദിക്കുന്നുണ്ട് ഏത് കളറാണെന്നില്ല. കണ്ട ഈ ഒരു ലൈറ്റ് കോഫി ബ്രൗൺ ഇങ്ങനത്തെ ക്രീം കളർ പാൻറ്റിൻ്റെ കൂടെ സെറ്റായി ചേരും. പിന്നെ അമ്മയുടെ ഉള്ളിവട ആക്കി തരുന്നുണ്ട്. അമ്മ വാ മതി, അത് അതിൻ്റെ ആവശ്യമില്ല. കുറച്ച് ദിവസമായി എന്നെ എഡിറ്റ് വരാത്ത എന്താ എടാ എഡിറ്റ് ചെയ്യണേ എന്നെയും. താങ്ക് യു ഫോർ ദ എഡിറ്റ്, ഇനിയും ചെയ്യും. ഓക്കെ, ഇപ്പൊ നല്ല ഔട്ട്ഫിറ്റ് ആണ്, എഡിറ്റ് ചെയ്യാൻ പറ്റിയൊരിതാ. നമുക്കുണ്ടാ പേടി ഓനുണ്ട്. വൈസോണിന്റെ മെമ്പർ ലെവൽ ഡെയിലി വ്ളോഗുകൾ നിങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് കമന്റിലൂടെ എനിക്കറിയാൻ സാധിക്കുന്നുണ്ട്. ഇനിയും കമന്റുകൾ ഇടാൻ നമ്മൾ അറിയിക്കുക. ഡെയിലി വ്ളോഗ് എൻജോയ് ചെയ്യുന്നുണ്ടോ, എന്താണ് ആഡ് ചെയ്യേണ്ടത്. ശ്രീയറിൻ്റെ എൻ്റെയും കൂടി പെർസ്പെക്റ്റീവ് വരുമ്പോൾ കുറച്ചും കൂടി ഫണ്ണല്ലേ. എന്താ മാത്രം എപ്പോഴും ജോലി ആ ഒരു സെറ്റപ്പ് മാറിയിട്ട് ഇവൻ്റെയും കൂടി വരുമ്പോൾ കുറച്ചും കൂടി രസമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഗോപ്രോയും കാര്യങ്ങളൊക്കെ വാങ്ങിയത്. Later that same evening. ഗൈസ്, ഹെഡ് മൗണ്ട് വേണ്ട. ഞാനിപ്പോൾ ഫുട്ബോൾ കളിക്കാൻ പോകുന്നു, ബൈക്കിലാണ് പോകുന്നത്. ബൈക്കിൽ ഞാൻ ഗോപ്രോ മൗണ്ട് ചെയ്യാൻ നോക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ബൈക്കിന്റെ ഫുട്ടേജും കൂടി കിട്ടും. പക്ഷെ ഞാൻ ഇനി ഒന്നും സംസാരിക്കുന്നില്ല, നമുക്ക് പോയി ഫുട്ബോൾ കളിക്കാം. ഗൈസ്, ഞാനിപ്പോൾ എങ്ങനെ വ്ളോഗ് ചെയ്യുന്നതല്ല, ഹെൽമെറ്റ് നമുക്ക് ബൈക്കിൽ പോകുന്ന എടുക്കാൻ നോക്കാം. ഓക്കെ, ബൈക്ക് റൈഡ്. അമ്മ ഞാൻ പോയിട്ട് തരാം. ഓക്കെ, ഫുട്ബോൾ കളിക്കാൻ പോയിട്ട് തരാം. ശരി. Sir, 1-0. Yo. Leave. No way, bro. Y'all make sure you guys subscribe. What's up, chat? Like it up. Yo. We out here. Comment and post notifications. I bet. I got you, bro. Yeah, me. You got it. How's your day? Chilling. Jenkins since 5. Yo. What position do you play, bro? Goalkeeper. Yo. And then right there at Cuts, we're playing. Yep. Mm-hmm. I way. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾ എൻജോയ് ചെയ്യുന്നത് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ബ്രാൻഡ് വളർന്നുകൊണ്ടിരിക്കുകയാണ്, ഓർഡേഴ്സ് ഒരുപാട് വരുന്നുണ്ട്. താങ്ക് യു സോ മച്ച് അതിനും. അതുപോലെ സബ്സ്ക്രൈബേഴ്സ് കൂടി വരുന്നുണ്ട്, അതിനും താങ്ക് യു സോ മച്ച്. വ്യൂസ് ആണെങ്കിലും കമൻ്റ് ആണെങ്കിലും കൂടി വരുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. എൻ്റെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക, sri.vz. ഓക്കെ, എൻ്റെ s.kuttens. അപ്പോൾ വേറെ നിങ്ങൾക്ക് പറയാനില്ല, നിങ്ങൾ എൻജോയ് ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഈ സമ്മറൊക്കെ ആകുമ്പോൾ ഔട്ട്ഫിറ്റൊക്കെ നോക്കി നടക്കുന്നവരാണെങ്കിൽ നമ്മളെ ബ്രാൻഡിനെ ഒന്ന് കൺസിഡർ ചെയ്യുക. നമ്മളെ ബ്രാൻഡിൻ്റെ ഒരു ഭാഗമാവുക, നമ്മളെ ഫാമിലീൻ്റെ ഒരു ഭാഗമാവുക. എല്ലാത്തിലും, മൈൻഡ് സെറ്റിലും ക്യാരക്ടർ ബിൽഡിങ്ങിലും ഡിസിപ്ലിനിലും നമ്മളെ ക്ലോത്തിങ്ങിലാണെങ്കിലും. അത് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ വ്ലോഗ് വൈൻഡപ്പ് ചെയ്യാണ്. വേറെ ഒന്നും പറയാനില്ല, നാളെ കാണാം. ഓക്കെ, പീസ്.